എല്ലാ മച്ചന്മാർക്കും നമ്മുടെ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ഫ്രണ്ട്സിനെ കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റിക്കാൻ പറ്റും, അവരെ പ്രാങ്ക് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഫോൺ വിളിച്ച് നമുക്ക് പറ്റിക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, നേരം നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരാഴ്ച അടുത്തായിട്ടുണ്ട്. നേരം അത് ഇച്ചിരി ഡള്ളാന്ന് എനിക്ക് മനസ്സിലായി. നേരം ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇട്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെ GTA 5 കളിക്കാവുന്നതിൻ്റെ ഒരു പാർട്ട് 2 ആണ്. പാർട്ട് 1 ഇട്ടിട്ടുണ്ട്, പാർട്ട് 2 ഇട്ടിട്ടുണ്ട്. നേരം നമ്മൾ ഈയിടെ ഇട്ട GTA 5 ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, പിന്നെ ഇവിടെ കാർഡും കൊടുത്തേക്കാം. ഏതിലെങ്കിലും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പോയി കാണുക. ഓക്കെ, എന്നാൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനെ കാര്യങ്ങളൊക്കെ പറ്റിക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്ത് ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഫോണിൽ നിന്നും വേറെ ആളുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അവരുടെ ഫോണിൽ ഒരു ഫേക്ക് നമ്പർ മാത്രമേ കാണിക്കുകയുള്ളൂ. ഓക്കെ, കാരണം എന്തായാലും നിങ്ങളിത് ആവശ്യമില്ലാതെ ഇപ്പോൾ എന്തെങ്കിലും കുഴപ്പമോ കാര്യങ്ങൾക്കൊക്കെ പോയി എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനോ എൻ്റെ ചാനലോ അതിന് ഉത്തരവാദിയില്ലായിരിക്കും. അത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞേക്കുന്നു. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ പറ്റിച്ച് കഴിഞ്ഞാൽ അവന്മാരോട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർക്ക് മനസ്സിലാവില്ല. അത് വേറെ ഒരു പ്രശ്നത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അത് വലിയ സീനും കാര്യങ്ങളൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല കാര്യത്തിന് മാത്രം ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത് നമുക്ക് വീട്ടിലേക്ക് പോകാം. ഏത് ആപ്ലിക്കേഷനാണ്, അതിനകത്തൂടെ എങ്ങനെയാണ് നമുക്ക് ഫേക്കായിട്ട് വിളിക്കാൻ സാധിക്കും എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. അന്നേരം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടാതെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന് പറഞ്ഞ ബട്ടൺ കാണും, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. നമ്മളിടുന്ന വെറുപ്പീരും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് നേരിട്ട് തന്നെ വീട്ടിലേക്ക് തന്നെ നമ്മൾ പറയാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് നൗ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ ചെല്ലുക, അതിനുശേഷം അവിടെ നിങ്ങൾ ടെസ്റ്റ് നൗ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. രണ്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ ടെസ്റ്റ് നൗ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വരുന്നതാണ്. ഇപ്പോൾ എൻ്റെ നെറ്റുള്ള സ്ലോയാണ്. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അന്നേരത്തെ ഈ ഫസ്റ്റ് വരുന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇതിൻ്റെ പേര് തന്നെ ടെസ്റ്റ് നൗ ഫ്രീ US ഫോൺ നമ്പർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അന്നേരം അമേരിക്ക അതുപോലുള്ള രാജ്യങ്ങൾ ഫോറിൻ കൺട്രിയിൽ നമ്പറുകളാണ് ഇത് നമുക്ക് കിട്ടുന്നത്. അന്നേരം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ ശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ഇതാണ്. പക്ഷേ ഇവിടെ സൈനിങ് അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പിന്നെ സൈഡിൽ സ്ക്രോൾ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ട് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അതിനുശേഷം ഇവിടെ സൈനപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ഗൂഗിളായിട്ടോ ഫേസ്ബുക്കായിട്ടോ സൈനിങ് അപ്പ് വിത്ത് Gmail അങ്ങനെ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുവാണ്. അതിനുശേഷം നിങ്ങളുടെ ഫോണിൽ എത്ര ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടോ അതൊക്കെ ഇവിടെ കാണിക്കും. അന്നേരം ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു അക്കൗണ്ട് നിങ്ങളവിടെ സൈൻ ഇൻ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ എൻ്റെ 3 അക്കൗണ്ട് ഞാൻ ഫസ്റ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് ഞാൻ അക്കൗണ്ടിനകത്തോട്ട് സൈൻ ഇൻ ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം സൈൻ ആവുന്നത്. ഓക്കെ, അത് സൈൻ ഇൻ ചെയ്ത് വരുന്ന ഇൻ്റർഫേസ് ഇവിടെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷൻ നിങ്ങൾക്കവിടെ വരും. ഇതിപ്പോൾ എൻ്റെ അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയി വരും. അതിനുശേഷം നിങ്ങൾ ആ നമ്പർ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ 5-6 നമ്പർ അതിൻ്റെ അടുത്ത് കിട്ടും. അതിലേതെങ്കിലും ഓരോ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. പക്ഷേ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ആൾക്കാരെ വിളിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മണ്ടയ്ക്കൊരു ഫോണിൻ്റെ ഒരു ഐക്കൺ നിങ്ങൾക്കിവിടെ കാണാം, കോളിൻ്റെ ഐക്കൺ. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇത് അലോ ചെയ്ത് കൊടുക്കുകയല്ല. അലോ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ളൊരു കീബോർഡ് വരും. ഓക്കെ, ടൈപ്പ് ചെയ്യാനുള്ള കീബോർഡ് വരും. അന്നേരം ഈ കീബോർഡ് നിങ്ങൾക്ക് എന്നാന്ന് വെച്ചാൽ ചെയ്യാം. ശേഷം നിങ്ങൾ ഫോണിലുള്ള കോൺടാക്റ്റ് വേണ്ടെങ്കിൽ അടിയിൽ നിങ്ങൾക്ക് ഒരു ആളുടെ പടം നിൽക്കുക, ഒരു മാൻ്റെ പടം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇതിപ്പോൾ കാണാം എൻ്റെ ഫോണിലുള്ള എല്ലാവരുടെയും ഇതൊക്കെ കാണാൻ സാധിക്കും. അന്നേരം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ആരെയാണ് വിളിക്കേണ്ടത് അവരുടെ നമ്പർ നിങ്ങൾ ചൂസ് ചെയ്ത് ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഇട്ടാൽ നിങ്ങൾക്ക് അവരെ വിളിക്കാൻ സാധിക്കും. അതൊരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അവരെ വിളിക്കുമ്പം അവർക്ക് കോളില്ല, അവരെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഒച്ച വെച്ച് അവർ കണ്ടുപിടിച്ചെങ്കിലേ ഉള്ളൂ, അല്ല നമ്പർ വെച്ച് ഒരിക്കലും അവർ നമ്മളെ ട്രേസ് ചെയ്യില്ല. പിന്നെ ആപ്ലിക്കേഷൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് അവർക്ക് ആ കോള് എന്തെങ്കിലും പറയും. ഒന്നെങ്കിൽ നമ്മുടെ ഫോൺ വേറെ വല്ലതൊക്കെ പറയത്തുള്ളൂ, ഒന്നെങ്കിൽ നമ്മുടെ ഫോണിൽ കാശില്ല. ഇപ്പം ഇപ്പം ഞാനിപ്പോൾ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ എന്നെ ഇങ്ങോട്ട് വിളിച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് പറയും നമ്മുടെ ഫോണിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് വിളിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് വേറെ വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ ഒരിക്കലും നിങ്ങളെ തിരിച്ച് ആൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സെക്കൻഡ് വെച്ച് ഇതിൻ്റെ IP അഡ്രസ്സ് അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ആപ്ലിക്കേഷൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗൈസ്, ഇതായിരുന്നു നമ്മുടെ
ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മുടെ സൗണ്ട് വെച്ച് ട്രേസ് ചെയ്തെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഒരാൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത്രയേറെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നല്ല ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ആപ്ലിക്കേഷൻ. എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുമ്പോൾ അവിടെ ഓൾ എന്ന് പറയുന്ന ബട്ടൺ കാണും, അതുകൊണ്ട് എനേബിൾ ചെയ്യുക. നമ്മളിന്ന് കിടക്കാച്ച വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പറ്റുന്നത്ര നമ്മൾ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ ഗൈസ്, ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത അടിപൊളി വീഡിയോ കാണാം. സി ബൈ.